ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ കറന്റ് ട്രെയിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. പതിവ് ശൈലിയിൽ നിന്ന് മാറി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലാണ് വിനീത് ഇത്തവണ സിനിമ ഒരുക്കിയിരിക്കുന്നത്. തിര എന്ന ചിത്രം സംവിധാനം ചെയ്ത വിനീതിൽ നിന്ന് പ്രേക്ഷകർ ഇതിനപ്പുറവും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ട്രെയിലറിൽ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മികച്ച ആക്ഷൻ രംഗങ്ങളും ഉദ്യോഗജനകമായ സീനുകളും കൊണ്ട് ചിത്രം സമ്പന്നമായിരിക്കുമെന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നു. വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം ടീം അംഗങ്ങളായ ജോമോൻ ടി ജോൺ, രഞ്ജൻ എബ്രഹാം, ഷാൻ റഹ്മാൻ, വൈശാഖ് സുബ്രഹ്മണ്യം എന്നിവർ ഈ ചിത്രത്തിലും അണിനിരക്കുന്നുണ്ട്. മേരി ലാൻഡ് സിനിമാസ് നിർമ്മിക്കുന്ന ഈ ചിത്രം സെപ്റ്റംബർ 25-ന് ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തും. ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം മേരി ലാൻഡ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. നിർമ്മാണ പങ്കാളിയായി വിനീത് ശ്രീനിവാസന്റെ ഹാബിറ്റ്സ് ഓഫ് ലൈഫ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഈ ചിത്രത്തിനൊപ്പമുണ്ട്. കരമിൽ നായകനായെത്തുന്ന നോബൽ ബാബു വിനീത് മുമ്പ് സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു. നോബൽ തന്നെയാണ് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. റഷ്യ, അസർബൈജാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ഛത്തീസ്ഗഡ്, ഷിംല, താജ്മഹൽ തുടങ്ങിയ ഇന്ത്യൻ സ്ഥലങ്ങളിലും സിനിമയുടെ പ്രസക്ത ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. 2024 ഏപ്രിലിലാണ് ചിത്രത്തിന്റെ പ്രാരംഭ ജോലികൾ ആരംഭിച്ചത്. മേരി ലാൻഡ് സിനിമയുടെ 70-ാം വാർഷികത്തിലാണ് കരം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 1955-ൽ മേരി ലാൻഡ് നിർമ്മിച്ച് പുറത്തിറങ്ങിയ CID എന്ന ചിത്രമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ത്രില്ലർ സിനിമ. ഫാർസ് ഫിലിംസ് ആണ് ഇന്ത്യക്ക് പുറത്ത് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്. കലാഭവൻ ഷാജോൻ, മനോജ് കെ ജയൻ, ജോണി ആന്റണി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തിര തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഡിജിറ്റൽ റിലീസിന് ശേഷമാണ് സിനിമയുടെ ഗുണനിലവാരം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടത്. തിര 2 എന്ന രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ വർഷങ്ങളായി ആവശ്യമുയർത്തിയിരുന്നു. തിരയുടെ അതേ ജോണറിൽ വിനീത് മറ്റൊരു ചിത്രവുമായി എത്തുമ്പോൾ തിരയ്ക്ക് സംഭവിച്ച തെറ്റ് ഇത്തവണ ആവർത്തിക്കില്ലെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ പറയുന്നു.